എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. ഇന്ന് നമുക്കൊരു ഫൺ വീഡിയോ ആയാലോ? നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ പറ്റി അവരോട് പറയുന്നുണ്ടാവുക. യൂഷ്വലി ഫ്രണ്ട്സായിട്ട് നമ്മളുടെ ഇഷ്ടപ്പെട്ട ആളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ എന്താണ്, അവരെന്താണ് നിങ്ങളെ പറ്റി അവരോട് സംസാരിക്കുന്നത്, അവരുടെ ഫ്രണ്ട്സ് എന്താണ് റിപ്ലൈ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് ഫോർ ഫൺ സേക്ക്, എന്റർടൈൻമെന്റിന് മാത്രമായിട്ട് കാണുക കേട്ടോ. എന്നും നമ്മൾ ഈ ഫീലിങ്സും ഒബ്സ്റ്റക്കിൾസും ഇതൊക്കെ തന്നെയല്ലേ നോക്കുന്നത്. നമുക്കൊരു റിലാക്സേഷൻ വേണ്ടേ അല്ലേ? ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അത്രയും മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഓക്കെ, അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. Divine, please guide, what do my viewers person talk about them with their friends? What do they share about my viewers with their friends? Please guide. നന്നായി ഷഫിൾ ചെയ്താലേ പ്രീവിയസ് എനർജി ഒക്കെ പോവുള്ളൂ കേട്ടോ. കാരണം ഞാൻ അല്ലാതെ റീഡ് ചെയ്യാറുണ്ട്, അത് കാരണം ആ എനർജീസ് ഇതിൽ ലിങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതിനു വേണ്ടിയാണ് ഇത്രയും ഷഫിൾ ചെയ്യുന്നത്. പ്ലീസ് ഗൈഡ്. എടുക്കാനേ. The Chariot, High Priestess, Four of Pentacles, Nine of Wands, Ace of Swords, Three of Cups, Queen of Pentacles, wow, Knight of Pentacles, Four of Wands. ഇതിൽ കൂടുതൽ എന്ത് വേണം? നല്ല നല്ല എനർജി ആണല്ലോ ഈയിടെയായിട്ട് കണക്ട് ആവുന്നേ. ആർക്കൊക്കെയോ നല്ല എന്താ പറയാ, നല്ല പാർട്ട്നേഴ്സ് ആണ്. ഓർക്കുക, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ഇതെങ്ങനെയാണോ കണക്ട് ആവുന്നത് അത്ര മാത്രം എടുക്കുക കേട്ടോ. ഓരോ കാർഡും ഓരോരുത്തർക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും ചിലപ്പോ. അതുപോലെ മാത്രം നോക്കിയെടുക്കുക. എനിക്ക് സിറ്റുവേഷൻ വന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കില്ല പിക്കായത്, കാരണം ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പൊ ഇതില് ആരുടെ ആണ് എനർജി പിക്കാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ചീത്ത കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ പ്രഥമ ദൃഷ്ട്യ ഫസ്റ്റ് ലൈൻ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ചാരിയറ്റ് വെച്ചിട്ട് വരുന്ന സോഡിയാക്ക് ക്യാൻസർ, കർക്കിടക രാശി. അതേപോലെ ഹൈ പ്രിസ്റ്റസ് വെച്ചിട്ട് നമുക്ക് വരുന്നത് പൈസീസ് ആണ്, ഇത് മീനരാശി കേട്ടോ. നമുക്ക് കൂടുതലായിട്ടുള്ളത് വാൺസിന്റെയും പെന്റക്കിൾസിന്റെയും എനർജിയാണ്. പെന്റക്കിൾസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വേറെ ഏതാണുള്ളത്? വോൺസിന്റെ എനർജി ഉണ്ട്. എരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, പൈസസിന്റെയും ക്യാൻസറിന്റെയും എനർജി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരണം. നിങ്ങൾ വേറൊരു സ്ഥലത്താണ് ഉള്ളത്, നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്, ഞാൻ അവരെ കാണാൻ പോകുന്നുണ്ട് എന്ന് അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു യാത്രയുണ്ട്, അത് അവരോട് പറഞ്ഞു എന്നും ആയിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ യാത്രയെ പറ്റി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നും ആയിരിക്കാം. 3 സിനാറിയോസ് ആണ് അവിടെ വരുന്നത് കേട്ടോ. കൂടുതലായിട്ടും നിങ്ങളെ കാണാൻ, കാരണം ഒരു ഹാപ്പി ഫേസ് ആയിട്ടാണ് ഇദ്ദേഹം വരുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പോ ഇവര് പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ വേറൊരു സ്ഥലത്താണ്, ലോങ് ഡിസ്റ്റൻസിലാണ്, ഞാൻ ഉടനെ എൻ്റെ പേഴ്സണെ കാണാൻ പോകുന്നുണ്ട് എന്ന് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇത് അവരുടെ തന്നെ എനർജിയാണ്. കാരണം
അവര് അവരുടെ ഫ്രണ്ട്സിനോട് എന്ത് സംസാരിക്കുന്നു എന്നാണ് ഞാൻ നോക്കിയത്. ഇവിടെ നിങ്ങളുടെ എനർജി വരാൻ സാധ്യതയില്ല. ഓക്കെ, പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബ് ഉള്ള ഒരാളായിരിക്കണം. ഫിറ്റ്നസ്സിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കണം. അല്പം മാനിപ്പുലേറ്റീവ് പവേഴ്സ് ഒക്കെ ഉള്ള, എന്ന് വെച്ചാൽ ആൾക്കാരെ പറഞ്ഞ് വഴിക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരു ലീഡർഷിപ്പ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ ഇവര് പറയുന്നത് നാലുപേര് കേൾക്കും എന്നുള്ളൊരു, പൊളിറ്റിക്സിൽ പോലും ആയിരിക്കാം കേട്ടോ. പൊളിറ്റിക്സ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അതേപോലെ ആർമി, നേവി, എയർഫോഴ്സ്, അങ്ങനെ യൂണിഫോംഡ് ജോബ് ഉള്ള ഒരാള്. ഈവൻ ഹോട്ടൽ ഇൻഡസ്ട്രി, സലൂൺ, എയർപോർട്ട്. ഓക്കെ, എയർപോർട്ടിന്റെ അകത്ത് കംപ്ലീറ്റ് യൂണിഫോംസ് ആണല്ലോ, ഒത്തിരി ക്യാബിൻ ക്രൂ, പൈലറ്റ്സ്, അങ്ങനെ എന്തോ ആയിരിക്കാം. യൂണിഫോം ഉള്ള എന്ത് ജോബും, ഡ്രൈവർ, അങ്ങനെ എന്തോ ആയിരിക്കാം കേട്ടോ. ചില ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ട് യൂണിഫോംസ് ഇപ്പോൾ. അപ്പൊ അവര് യാത്രയെ പറ്റി അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഹൈ പ്രീസ്റ്റസ്, അവര് പറയുന്നുണ്ട് നിങ്ങള് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും അവർക്ക് അവിടെ അറിയാൻ പറ്റും എന്ന് എനിക്ക് അവരോട് പറയേണ്ട ആവശ്യം പോലും ഇല്ല. എനിക്ക് എൻ്റെ ആ സ്പെഷ്യൽ പേഴ്സന്റെ അടുത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ദേ നോ. കാരണം ഞാൻ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, എനിക്ക് വിഷമമാണോ, സങ്കടമാണോ, പേടിയാണോ തോന്നുന്നത്, ടെൻഷനാണോ, എല്ലാം എൻ്റെ പേഴ്സണ് അവിടെ ഇരുന്ന് അവർക്ക് അറിയാം. ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവർക്ക് എൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അവര് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അതേസമയം ടാരോവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്ഷനും കൂടി അവിടെ ഉണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടാരോ ഡെയിലി കാണുന്ന, അതായത് ഒന്നും രണ്ടോ ഒന്നല്ല, അതിൽ കൂടുതൽ ടാരോ റീഡിങ്സ് ഡെയിലി കാണുന്നുണ്ട്. ടാരോ ആയിരിക്കാം, ആസ്ട്രോളജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ആസ്ട്രോളജറോ ടാരോ റീഡറോ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയാണ് അവര് പറയുന്നത്. അതുകൊണ്ട് അവര് നിങ്ങളെ പറ്റിയിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നത് ഇവരൊരു ടാരോ റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരുപാട് ടാരോ കാണാറുണ്ട്, എനിക്ക് അയച്ചു തരാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ. അതായത് അവർക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ആണ്, മനസ്സിലായില്ലേ? സ്നേഹത്തോടൊപ്പം തന്നെ റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. അതും ഇവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ എന്താണ് പറയാന്നാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ ഇവര് പറയുന്നുണ്ട് പൈസയൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ദൂർത്തടിച്ച് കളഞ്ഞ് നടക്കുന്ന ഒരാളൊന്നുമല്ല. അവരെ വിശ്വസിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ സാധിക്കും. അവര് ഫൈനാൻസസ് ഒക്കെ എങ്ങനെയാണ് അവർക്ക് ഡീൽ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാം എന്ന് ഇവർ പറയുന്നുണ്ട്. അതേപോലെ എല്ലാവരെയും വളരെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ സ്നേഹമൊക്കെ കണ്ടറിയുക തന്നെ വേണം എന്നും ഇവർ പറയുന്നുണ്ട്. നിങ്ങളെ പ്രതി അവർ പൊസസീവ് ആണെന്നും അവർ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണെ വേറെ ഒരാൾ നോക്കുന്നൊന്നും ഇഷ്ടമല്ല, അവരോട് സംസാരിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നും ഇവർ പറയുന്നുണ്ടായിരിക്കണം. അതേപോലെ നിങ്ങളുടെ ക്ഷമ, ധൈര്യം എല്ലാം കണ്ടറിയുക തന്നെ വേണം എന്ന് അതും ഇവർ പറയുന്നുണ്ട്. നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഒരു സിറ്റുവേഷനിൽ നിന്നൊന്നും മാറിപ്പോവില്ല. ഒരു സിറ്റുവേഷൻ വന്നാൽ അത് അവർ ഒബ്സ്റ്റേക്കിൾസിനെ ഫേസ് ചെയ്യാൻ ഇവർക്ക് പേടിയില്ല എന്നും ഇവര് അതായത് നിങ്ങൾക്ക് പേടിയില്ല എന്ന് ഇവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുമായിട്ട് എന്തോ ഒരു റിയാലിറ്റി ചെക്ക് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കാര്യവും അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് എന്തോ ആയിരിക്കാം. ഒന്നുകിൽ നിങ്ങളും അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ എന്തോ ഒരു റിയാലിറ്റി ചെക്ക്, ഒന്നുകിൽ ഇവർ മനസ്സിലാക്കി നിങ്ങളും ഇൻട്രസ്റ്റഡ് ആണെന്ന്, അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ മുന്നോട്ട് പോകാൻ തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും ഇവർ പറയുന്നുണ്ട്. ബോധറേഷനോട് കൂടിയാണ് ഈ പറയുന്നത് കേട്ടോ. ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അടുത്തത് 3 ഓഫ് കപ്സിന്റെ എനർജി. 3 ഓഫ് കപ്സിന്റെ എനർജി വെച്ചിട്ട് നിങ്ങൾ ഒരു നല്ല ഫ്രണ്ടും കൂടെയാണ്, ഇവർക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫ്രണ്ടും കൂടെയാണ്. ഓക്കെ, നിങ്ങളെ കാണാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കോഫി കുടിക്കണം, എന്നൊക്കെ ഒരു ചെറിയ ടൈം സ്പെൻഡ് ചെയ്യണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടും ഇവർ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ പറ്റി വളരെ ഹൈലി റെസ്പെക്ട്ഫുള്ളി ആണ് ഇവര് സംസാരിക്കുന്നത്. ഓക്കെ, അവരെത്ര കെയറിങ് ആണ്,
എത്ര പ്രാക്ടിക്കൽ ആണെന്നറിയാമോ, എത്ര ഫൈനാൻഷ്യലി അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇമോഷണലും കൂടെയാണ്, ഇമോഷണൽ ബാലൻസും ഉണ്ട് അവർക്ക്. വളരെ സ്നേഹമുള്ള ആളാണ്, അതേസമയം ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം എന്നൊക്കെയുള്ള കാര്യം ഇവരുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ക്ഷമാശീലമുള്ള ആളാണ്, എടുത്തു ചാടി ഒന്നും ചെയ്യുന്നതല്ല, ഇരുന്ന് ചിന്തിച്ച് പതുക്കെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്നും ഇവർക്ക് അതൊരു അഭിപ്രായമാണ്. അത് അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുമുണ്ട്. അതേപോലെ ചിലരെങ്കിലും അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇവരെ പ്രപ്പോസ് ചെയ്യണം, എനിക്ക് ഇവരെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ ഇവരിൽ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് ഈ പേഴ്സണെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നും ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഇവന്റ് വല്ലതും അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം, അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായിരിക്കണം. ആ ഇവന്റിൽ ഒരു ജനറൽ ഇവന്റ് ആണ്, ആ ജനറൽ ഇവന്റിൽ ഒരു സെലിബ്രേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് പേര് കൂടിച്ചേരുന്ന ഒരു ഇവന്റ്, അതില് ഇവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇവരെയും കൂടെ നമുക്ക് വിളിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയണം എന്ന് അതും അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരിക്കും. ഒരു 3-4 കാർഡ്സ് കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം അല്ലെ. കിങ് ഓഫ് കപ്സ്, ഇവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നും പറയുന്നുണ്ട്. സ്നേഹം എനിക്ക് ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് ആക്ഷൻ ഒന്നും എടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നും ഉള്ള വിഷമവും ഇവരുടെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 3 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് വീട്ടിൽ വേറൊരാൾ ഉള്ളത് കൊണ്ട്, അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഈ വ്യക്തിയോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് കാർഡ്, ഏസ് ഓഫ് കപ്സ്, സ്നേഹം തന്നെയാണ്, സ്നേഹത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഇവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത്. നൈറ്റ് ഓഫ് വോൺസ്, ഞാൻ ഇവരെ പ്രതി പാഷനേറ്റുമാണ്, എനിക്ക് എത്രയും വേഗം ഇവരുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഞാൻ ആ 4 ഓഫ് വോൺസിന് ഒരു കാർഡും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു സിറ്റുവേഷൻ കാരണം, അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വളരെ സങ്കടത്തിലാണ്, ഞാൻ ഇവരെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഫണ്ണായിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോ ഇതുപോലെ വേറെ റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ എന്താണ്, എന്നാലും നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും പെർട്ടിക്കുലർ റീഡിങ് ജനറൽ ആയിട്ട് കേട്ടോ, നിങ്ങൾ പേഴ്സണൽ റീഡിങ് ചോദിക്കരുത്. എന്റെയും എൻ്റെ പേഴ്സണിന്റെയും കാര്യം എന്നൊന്നും പറഞ്ഞ് ചോദിക്കുക, അത് പേഴ്സണൽ റീഡിംഗ് ആണ്. ജനറൽ പറഞ്ഞ ഇതുപോലെയുള്ള ജനറൽ ടോപ്പിക് എല്ലാവർക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന, പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല. എല്ലാവരുടെ അപ്രിസിയേഷൻ ഒരുപാട് നന്ദി. ഇതേ സ്നേഹം തുടർന്നും തന്നുകൊണ്ടിരിക്കണേ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ശരി, കാണാം.